നെറ്റ്വർക്ക് മാപ്പിൽ ജമ്മു കശ്മീരിനെ പൂർണ്ണമായും പാകിസ്ഥാന്റെ ഭാഗമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള സമീപകാല പോസ്റ്റിന്റെ പേരിൽ നേപ്പാൾ സർക്കാർ ഉടമസ്ഥതയിലുള്ള നേപ്പാൾ എയർലൈൻസിനെ വൻ വിമർശനം. പ്രതിഷേധമുയർത്തതിനെ തുടർന്ന് വിമാന കമ്പനി ക്ഷമാപണം നടത്തുകയും പോസ്റ്റ് നീക്കം ചെയ്യുകയും ചെയ്തു. എയർലൈൻസിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ പങ്കുവച്ച റൂട്ട് മാപ്പിൽ ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ മുഴുവൻ പാകിസ്ഥാന്റെ പ്രദേശമായി ചിത്രീകരിച്ചിരുന്നു. ഈ ചിത്രം എക്സ്, ഫേസ്ബുക്ക് തുടങ്ങിയ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ വൈറലാവുകയും ഇന്ത്യൻ ഉപഭോക്താക്കളിൽ നിന്ന് വിമർശനം ഏറ്റുവാങ്ങുകയും ചെയ്തു. തുടർന്ന് #ബോയ്സ്കോട്ട് നേപ്പാൾ എയർലൈൻസ് എന്ന ഹാഷ്ടാഗ് ട്രെൻഡിങ്ങിൽ വന്നു. നിരവധി ഉപഭോക്താക്കൾ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തോടും വ്യോമയാന മന്ത്രാലയത്തോടും നേപ്പാളിനോട് നയതന്ത്രപരമായ പ്രതിഷേധം രേഖപ്പെടുത്താൻ അഭ്യർത്ഥിച്ചു. പതിറ്റാണ്ടുകളായി നേപ്പാളിന്റെ സമ്പദ് വ്യവസ്ഥയെ സഹായിച്ചും ലക്ഷക്കണക്കിന് നേപ്പാളികൾക്ക് ജോലി നൽകിയും വ്യാപാര സൗകര്യങ്ങൾ, ഇന്ധനം, ഊർജ്ജ പദ്ധതികൾക്കുള്ള ധനസഹായം, ദുരിതാശ്വാസം എന്നിവ നൽകിയും ഇന്ത്യ നേപ്പാളിന് നൽകിയ പിന്തുണയെക്കുറിച്ച് പല ഉപയോക്താക്കളും എടുത്തു പറഞ്ഞു. എയർലൈൻസിനെ വിമർശിച്ചവരിൽ ഭോജ്പുരി നടനും ഗായകനുമായ കേസരിലാൽ യാദവും ഉണ്ടായിരുന്നു. ഇത് മനഃപൂർവ്വമായ പ്രകോപനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നേപ്പാൾ എയർലൈൻസ് ഇന്ത്യയുടെ ഭൂപടം ഇത്തരത്തിൽ വളച്ചൊടിക്കാൻ എന്താണ് കാരണം? അതും ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് ഇത് നിസ്സാരമായ കാര്യമല്ല. ഇത് മനഃപൂർവ്വമായ പ്രവൃത്തിയായി തോന്നുന്നു. ഇതിനെ പ്രകോപനമെന്ന് വിളിക്കാം എന്ന് യാദവ് എക്സ് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു. വിമർശനം ശക്തമായതോടെ നേപ്പാൾ എയർലൈൻസ് പോസ്റ്റ് നീക്കം ചെയ്യുകയും ക്ഷമാപണം നടത്തുകയും ചെയ്തു. ഇത് നേപ്പാളിന്റെയോ എയർലൈൻസിന്റെയോ ഔദ്യോഗിക നിലപാടല്ലെന്ന് അവർ വ്യക്തമാക്കി. നെറ്റ്വർക്ക് മാപ്പിലെ തെറ്റിന് ഞങ്ങൾ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. രാജ്യാന്തര അതിർത്തികളെ സംബന്ധിച്ചുള്ള ഭൂപടപരമായ തെറ്റുകൾ മാപ്പിൽ ഉണ്ടായിരുന്നുവെന്ന് അവർ പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചതായി കമ്പനി അറിയിച്ചു. ഈ മേഖലയിലെ ഞങ്ങളുടെ അയൽക്കാരുമായും സുഹൃത്തുക്കളുമായുള്ള ശക്തമായ ബന്ധങ്ങളെ ഞങ്ങൾ വളരെ വിലമതിക്കുന്നു. ഈ പോസ്റ്റ് മൂലമുണ്ടായ എല്ലാ പ്രയാസങ്ങൾക്കും ഞങ്ങൾ ഖേദിക്കുന്നുവെന്ന് എയർലൈൻസ് കൂട്ടിച്ചേർത്തു. ഇന്ത്യയിൽ തങ്ങളുടെ വിമാന സർവീസുകൾ വിപുലീകരിക്കാൻ നേപ്പാൾ എയർലൈൻസ് ലക്ഷ്യമിടുന്ന സമയത്താണ് ഈ വിവാദം. മാർച്ചിൽ കാഠ്മണ്ഡു ഡൽഹി റൂട്ടിൽ വിമാന സർവീസുകൾ വിപുലീകരിക്കുന്നതായി അവർ പ്രഖ്യാപിച്ചിരുന്നു. നിലവിൽ ദിവസവും ഒരു വിമാനം മാത്രമാണ് സർവീസ് നടത്തുന്നത്. ഇത് ആഴ്ചയിൽ 10 വിമാനങ്ങളായി വർദ്ധിപ്പിക്കാനാണ് നേപ്പാൾ എയർലൈൻസ് ലക്ഷ്യമിടുന്നത്.